എടാ ഷാ ബ്രൂട്ട് പ്രൊട്ടക്ഷൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ അവളെ കെട്ടിയത്. അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ്. പക്ഷേ നിലത്ത് നിൽക്കാൻ പഠിക്കണ്ടേ. വീട് ജപ്തിയായിട്ടും വീട്ടുകാർ പോയിട്ടും അവന് നിങ്ങളെ മോളെ സീലക്ഷനെ തന്നെ മതി. അവർ തമ്മിൽ പ്രണയത്തിലാണ്. ഞാൻ അവരെ പറഞ്ഞു നോക്കി. ഒറ്റ് കൂടെ നടക്കുന്നവൻ ഒറ്റി. കേക്കണ്ടേ? ഒന്നും അറിയാത്തവരന്മാര് നിക്കണ നോക്കുന്നിട്ട്. അപ്പൊ നിങ്ങൾ നാട് വിട്ട് കോയമ്പത്തൂർക്ക് പോയി പറഞ്ഞില്ലേ? അപ്പൊ അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ ഹോൾസെയിലായിരുന്നു. നീ സ്വന്തമായിട്ടായിരുന്നോ? സ്വന്തമായിട്ടല്ല, ഒരാളുടെ കീഴിലായിരുന്നു. അവിടെ എനിക്ക് സുഹൃത്തുണ്ടായിരുന്നു. പിന്നെ പോലെ തന്നെ ആയിരുന്നു, ഭയങ്കര ബന്ധമായിരുന്നു. പക്ഷെ കിട്ടാനുള്ള പൈസ ഇട്ടാ മുങ്ങി, ചതിച്ച്. അങ്ങനെ മുതലാളുടെ മുമ്പ് ഞാൻ കള്ളനായി. പക്ഷെ സ്വന്തമായിട്ട് തുടങ്ങി, ഇവിടെ വരെ എത്തി. പിന്നെ ആളെ കണ്ടില്ലേ? കണ്ടിരുന്നു. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടാവൂലേ? പ്രതികാരം ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഇവിടെ വരെ എത്താൻ പറ്റൂലായിരുന്നു. പിന്നെ ശത്രുവിന്റെ എതിരെ മാത്രം യുദ്ധം ചെയ്താൽ പോരല്ല, കൂടെ ഒന്ന് യുദ്ധം ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ നിങ്ങളെ സ്ഥിതിയെ കാണുമ്പോൾ അയാളെ നല്ല കൊള്ളരുണ്ടായത് അല്ലേ? സംഭവം എനിക്ക് മനസ്സിലേക്ക് തോന്നുന്നു. സ്വീറ്റ് റിവെഞ്ച്. എല്ലാതും അറിഞ്ഞിട്ടും അറിയാത്തവരമാതിരി അവന്റെ മുഖത്ത് നോക്കിയുള്ള ചിരി, അതൊരു രക്ഷയില്ല. പറയണ ഒറ്റും ഇതൊന്നും അവരെ പ്രണയത്തിന് ഒരു തടസ്സമല്ല. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാല് കൂടെ നിന്ന് ചതിക്കുക, സ്വന്തം കൽബായിട്ട് കണ്ട ചെങ്ങായിക്ക് ചതിക്കുക എന്ന് പറഞ്ഞാല് അതും അങ്ങനെ ശത്രുവിന്റെ എതിരെ നിന്നിട്ട് മാത്രം യുദ്ധം ചെയ്താൽ പോരാ, അവന്റെ അടുത്ത് നിന്നുകൂടി അത് ചെയ്യണം. അത് അവൻ അറിയേ, അവൻ സ്വീറ്റ് റിവെഞ്ച് മച്ച, സ്വീറ്റ് റിവെഞ്ച്.